കോയമ്പത്തൂരിൽ 10 വയസ്സുകാരിയുടെ കൊലപാതക കേസ് SITക്ക് വിടണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളി. ജസ്റ്റിസുമാരായ GR സ്വാമിനാഥൻ, V ലക്ഷ്മിനാരായണൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് തള്ളിയത്. മെയ് 22-നാണ് പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അയൽവാസി കാർത്തിക്കിനെയും സുഹൃത്തിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. കേസന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കാണിച്ച് വിശ്വഹിന്ദു പരിഷത്ത് ഭാരവാഹി P ചൊക്കലിംഗമാണ് ഹർജി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറണമെന്നായിരുന്നു ആവശ്യം. ഹർജി പരിഗണിച്ച ഹൈക്കോടതി അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് നിരീക്ഷിച്ചു. കേസിന്റെ ട്രയൽസ് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് AG കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. മെയ് 21-ന് വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. രക്ഷിതാക്കൾ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം വൈകിയെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. തുടർന്ന് 22-ന് വൈകിട്ടാണ് കുട്ടിയുടെ മൃതദേഹം സമീപത്തെ കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയുടെ അയൽവാസിയായ കാർത്തിക്, സുഹൃത്ത് മോഹൻരാജ് എന്നിവരാണ് പിടിയിലായത്. കാർത്തികാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. മൃതദേഹം കുളത്തിൽ ഉപേക്ഷിക്കാൻ സഹായിച്ചയാളാണ് മോഹൻരാജ്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.